ഇന്നൊരു കഥ പറയട്ടെ. കഥ എല്ലാവരും കേട്ടിട്ടുള്ള കഥ. ഈ കഥ പറയുമ്പോൾ വിചാരിക്കും, ചേച്ചി ഈ കഥയാണോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ? എത്ര വർഷങ്ങളായിട്ട് അമ്മമാരും അപ്പൂപ്പന്മാരും മുതൽ ഇതാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. യെസ്, പക്ഷേ ഈ കഥ നിങ്ങൾ കേൾക്കും. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു സിംഹം എല്ലാ മൃഗങ്ങളെയും പിടിച്ച് തിന്നാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ റാബിറ്റിനെ കഴിച്ചാൽ ഉച്ചയ്ക്ക് സീബ്രയെ കഴിക്കും, വൈകുന്നേരം മാനിനെ കഴിക്കും. അങ്ങനെ മൃഷ്ടാന്നമായിട്ട് കണ്ണി കണ്ട മൃഗങ്ങളെ എല്ലാം കൊന്നു തിന്നാണ്. സാധാരണ രീതിയിൽ ഈ സിംഹങ്ങൾ അത്ര അങ്ങോട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് ഇര പിടിച്ച് എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പല്ല. ഈ സിംഹം മാത്രം എപ്പോൾ നോക്കിയാലും ഇതുങ്ങളെ ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ മൃഗങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു, നമ്മളിങ്ങനെ പോയാൽ എല്ലാവരും വംശനാശം സംഭവിക്കും, നമുക്കൊന്ന് സുഖമായിട്ട് ജീവിക്കാൻ പോലും പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്കൊരു സമവായം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവർ ചെല്ലുകയാണ്. നിങ്ങൾക്ക് അറിയാമല്ലേ അത്? അപ്പോൾ ഈ സമവായം എന്താണ്? ഞങ്ങൾ ഓരോരുത്തരായിട്ട് കുറച്ച് മുഴുവൻ കാണുന്നില്ല, സോറി കേട്ടോ. ഞങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് അങ്ങയുടെ മുന്നിൽ ഹാജരായിക്കോളാം. നിങ്ങൾ ആരെയാന്ന് വെച്ചാൽ ചൂസ് ചെയ്തോളൂ. ഓരോ ദിവസം നല്ല കൊഴുത്ത, വീട്ടിൽ ആരാ കൊഴുത്ത ആൾക്കാരുള്ള അവർ വന്നോളാം എന്ന് പറയും. അപ്പോൾ സിംഹവും വിചാരിക്കും, കൊള്ളാമല്ലോ, ശരി അങ്ങനെ ആയാൽ മതി. പക്ഷെ ഒരു ദിവസം ഒരു മൃഗത്തിനെ തരുള്ളൂ. അത് ഓക്കെയാണ്. അങ്ങനെ സിംഹമൊക്കെ ഇങ്ങനെ വാക്ക് പാലിക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഈ എന്താ പറയുക, അങ്ങനെ ആയി ഒരു ദിവസം റാബിറ്റിൻ്റെ ടേൺ വരും. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഓരോരുത്തരെ കരഞ്ഞ് യാത്രയാക്കും. ഒരു ദിവസം ഒരു മാൻ, ഒരു ദിവസം ഒരു ഇത്, അങ്ങനെ അങ്ങനെ ഓരോരോ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർ പോവാണ്. റാബിറ്റിൻ്റെ വീട്ടിൽ നിന്ന് റാബിറ്റ് പോകുമ്പോൾ റാബിറ്റിൻ്റെ മക്കളും ഭാര്യയും പറയും, എന്തോ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറയണേ, ഞാൻ ഈ കഥ മാറ്റി എഴുതി തരാൻ നിങ്ങൾക്കെന്ന് പറഞ്ഞു പോയി ആ മൃഗസിംഹത്തിനെ പറഞ്ഞ് പരിപാലിപ്പിച്ച് പറഞ്ഞു പൊക്കി. നിങ്ങളെപ്പോലെ ഇത്രയും നല്ലൊരു രാജാവിനെ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളെ കിട്ടിയത്, നോക്കൂ എല്ലാവർക്കും സൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സിംഹം അങ്ങനെ ഞെളിഞ്ഞിരിക്കും. പക്ഷേ ഞാൻ വേറൊരു സിംഹത്തിനെ വഴിക്ക് വെച്ച് കണ്ടുതാ, അവിടെയാ താമസം. അയാൾ പറയാണ്, ഇവനൊക്കെ ആര്, ഞാൻ ഇവനെ ഒരൊറ്റ കടിക്ക് അവനെ കൊല്ലും എന്നാ സിംഹം പറഞ്ഞു എന്ന് പറയും. നിങ്ങളെപ്പോലെ തന്നെ ഏകദേശം എന്ന് പറയും കാണാനൊക്കെ. ആണോ എന്ന് പറഞ്ഞ് പോയി കിണറിൻ്റെ ഉള്ളിൽ നോക്കും. കിണറിൻ്റെ ഉള്ളിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അപ്പോൾ കിണറിൽ നോക്കുമ്പോൾ ഇപ്പോൾ തൻ്റെ പ്രതിച്ഛായ കണ്ട് ബൗ എന്നും പറഞ്ഞ്, ബൗ എന്നല്ല, എന്താ ഗിർന്നല്ലേ, മറ്റേ ചാട്ടം കൊടുക്കും. സിംഹത്തിൻ്റെ കഥ അതോട് കഴിയും. അപ്പോൾ റാബിറ്റ് കഥ തിരുത്തി എഴുതുകയാണ് അല്ലേ, അവരുടെ സ്ഥലത്തിൻ്റെ കഥ മാറ്റി എഴുതുകയാണ്. ഏത് കുഞ്ഞൻ മൃഗത്തിനും ഇത്രയും വലിയ ഒരു സിംഹരാജനെയും വകവരുത്താൻ പറ്റും. കാരണം സിംഹം എന്ന് പറയുന്നത് കാട്ടില് രാജാവാണ്, കാടിൻ്റെ അല്ലേ, മഹാരാജാവാണ്. അവരെയൊക്കെ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുമോ, ആലോചിക്കാൻ പറ്റുമോ? ഒരു റാബിറ്റിന് കൊല്ലാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുമോ? ഇല്ല അല്ലേ? എന്നാൽ വിചാരിക്കണം. നമ്മൾ വിചാരിച്ചാൽ നമുക്കത് സാധിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെയും തലയിൽ ഒരു കഥയുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള കഥകൾ എഴുതുന്നുണ്ട് നമ്മുടെ മനസ്സിൽ. ഇപ്പം ഞാനൊരു സ്റ്റോറി ടെല്ലറാണ് അല്ലേ, ഞാൻ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കും. പലതും സ്റ്റോറീസായിട്ടാണ് നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഒരു സ്റ്റോറി ഉണ്ടാകും. ചേച്ചി ഈ പറഞ്ഞ സ്റ്റോറി എനിക്ക് നടന്നിട്ടുണ്ടല്ലോ അല്ലേ, തോന്നിയിട്ടില്ലേ? പക്ഷേ 2 പേർക്ക് ഒരേ അനുഭവം ഉണ്ടാവുകയാണെങ്കിലും ഓരോരുത്തരുടെയും 10 വർഷത്തിന് ശേഷമുള്ള ജീവിതം വേറെ തരത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, 2 പേർക്ക് ഒരേ ദിവസം തന്നെ ജോലി പോയി. ഇപ്പോൾ ഈ റിഡൻഡൻസി ഒക്കെ കാരണം സോഫ്റ്റ്വെയറിലൊക്കെ പെട്ടെന്ന് ജോലി പോവുകയാണ്. അതിലൊരാൾ പറഞ്ഞു, എനിക്കിപ്പോൾ 45 വയസ്സായി, ഇനി എവിടെ ജോലി കിട്ടാനാണ്, ഞാൻ എന്ത് ചെയ്യും, ഇനി എനിക്കൊന്നും ജോലി പറ്റത്തില്ല, ഉള്ള പൈസയൊക്കെ ഉള്ള അസറ്റ്സൊക്കെ വിറ്റ് പൈസയാക്കി അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കാമെന്നും പറഞ്ഞ് അയാൾ ഡള്ളായിട്ട് അയാൾ പോവണം. അപ്പോൾ ഈ ജോലി പോയ മനുഷ്യൻ വേറൊരാളുണ്ടല്ലോ, അയാൾ എന്ത് ചെയ്തു? അയാൾ പറയാണ്, ജോലി പോയത് നന്നായി, ഞാനും കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു പറഞ്ഞ് അയാളുടെ നാട്ടിൽ ഗ്രാമത്തിലേക്ക് പോവാണ്. ഗ്രാമത്തിൽ ചെന്നിട്ട് അയാൾ അവിടെ IIT കോച്ചിങ് എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും IIT-കാരാട്ടോ, അതാണ് പറയണത്. 40-45 വയസ്സായിട്ട് ഭയങ്കര സീനിയർ വൈസ് പ്രസിഡന്റ് ലെവലിലിരുന്ന ആളുകളാണ് രണ്ടുപേരും. അപ്പോൾ ഒരാൾ ഇതുപോലെ വേണ്ടാന്ന് വെച്ച് പോയി, അയാളുടെ എവിടെയോ പോയി, അയാളെ പറ്റിയിട്ട് അപ്പോൾ നമ്മൾ അറിയുന്നില്ല. 10 വർഷത്തിന് ശേഷം രണ്ടുപേരും വീണ്ടും അലുമിനായി മീറ്റ് ചെയ്യണം. അപ്പോൾ 55 വയസ്സായി രണ്ടുപേർക്കും. അതിലൊരാൾ കുറേ കോച്ചിങ് സെൻറ്റേഴ്സ്
നടത്തുകയാണ് ആദ്യം. അപ്പോൾ നീ എന്ത് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഗ്രാമത്തിൽ പോയി അവിടെ ഒരു നല്ല കോച്ചിങ് സെൻറ്റർ തുടങ്ങി പിള്ളേരെ വളരെ മിതമായ നിരക്കിൽ ഞാൻ കുട്ടികൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ 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 പല സ്ഥലങ്ങളിൽ തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഒരു വലിയ ശൃംഖലയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, ഉള്ള അസുഖങ്ങളും അതും ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഒരു കോച്ചിങ് സെൻറ്ററിൽ നീ വർക്ക് ചെയ്യൂ, എന്നിട്ട് നിൻ്റെ നാട്ടിൽ വേണമെങ്കിൽ നിനക്ക് തുടങ്ങാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ പറയണേ ഞാനിപ്പോൾ ഈ കംഫർട്ട് സോണിലായി, എനിക്കിനിയിപ്പോൾ അതൊക്കെ പറ്റുമോ, പിന്നെയും ഡൗട്ട്. അപ്പോൾ പിന്നെയും കൂട്ടുകാരൻ പറയാണ് നിനക്ക് ഡൗട്ട് തോന്നിയാൽ നീ ഡൗട്ട് തോന്നിയിരിക്കുകയുള്ളൂ, അതിൽ നിന്ന് പുറത്ത് കിടക്കണ്ടേ, അതുകൊണ്ട് നീ പുറത്ത് കിടക്കാനായിട്ട് ശരി നീ ശമ്പളത്തിന് ഇതിനെ വന്നുകൊണ്ടിരിക്കും കുറച്ച് നാൾ, അപ്പം നിനക്ക് കംഫർട്ട് സോൺ പുറത്തേക്ക് വരിക, നീ വേറൊരു സ്ഥലത്ത് വന്ന് താമസിക്കുക, നിൻ്റെ ആ ഗ്രാമത്തിൽ തന്നെ നീ ഇപ്പം തുടങ്ങുക വേണ്ട, നീ ഒന്നും ചെയ്യണ്ട, നീ ഇപ്പം ഈ പട്ടണത്തിലുള്ള ഏതെങ്കിലും ഒരു എടുത്ത് നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് അയാൾ നിർബന്ധിച്ച് ഇയാളെ കൊണ്ടുവരികയാണ്, അവിടെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. അപ്പം ഇയാൾക്ക് സുഖം, മാസം ഇത്ര രൂപ കിട്ടുന്നുണ്ട്, അത് മതി. അയാൾ പറഞ്ഞു എനിക്കിത് മതി. അത് കുഴപ്പമില്ല, പക്ഷേ ആ രണ്ടുപേരും ഒരേപോലെ ചിന്തിച്ചില്ല എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടുപേർക്കും ഒരേ അവസ്ഥയാണ് വന്നത്, ഒരേ ദിവസം അവർക്ക് ജോലി നഷ്ടപ്പെടുകയാണ്. രണ്ടുപേരും തുല്യരായിട്ട് പഠിച്ച് IIT-യിലൊക്കെ പഠിച്ച് വന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ജോലി കിട്ടിയ ആളുകളാണെന്ന് ഓർക്കണം. അപ്പോൾ പലർക്കും പല രീതിയിൽ ആ നരേറ്റീവ്സും സ്റ്റോറികളും മാറ്റി എഴുതാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മുയലിൻ്റെ കഥയും ഈ IIT-ക്കാരുടെ കഥയും പറഞ്ഞാണ്. ഇപ്പം നമ്മൾ അതൊന്നുമല്ല, നമ്മളൊരു സാധാരണക്കാരാണെന്ന് വിചാരിക്കും, സാധാരണ സ്ത്രീകളാണ് നമ്മളൊക്കെ. നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് സമയം കളയുന്നവരായിരിക്കാം ചിലർക്ക് സമയമേ ഇല്ലായിരിക്കാം, വീട്ടിലും സമയമില്ല, ഓഫീസിലും സമയമില്ല, ചിലപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിലും ഒരുപാട് ജോലികളുള്ളവരായിരിക്കാം, ഇൻലോസ് ഉണ്ടാകും, മക്കളുണ്ടാകും, അവരുടെ എല്ലാം കാര്യങ്ങളും നോക്കിയിട്ട് ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ അതിൻ്റെ ഇടയിലൂടെ ചിലപ്പോൾ ജീവിതം ചോർന്നു പോയെന്ന് വിചാരിക്കുന്നവരായിരിക്കും, അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ടാവും. ചിലർ വിചാരിക്കും ഞാൻ MA ഒക്കെ പഠിച്ചിട്ട് ഒരു ജോലിക്കും പോയില്ല ചേച്ചി, വെറുതെ ഇരിക്കുകയാണ്, ഇപ്പം മക്കളൊക്കെ പഠിച്ച് പല നിലയിലും ആയി അവർ പല പല സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്, എനിക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെയെന്ന് തോന്നുന്നു. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. സ്റ്റാർട്ട് ഫ്രം ഹിയർ. എവിടെ നിന്നാണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് തുടങ്ങേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. മേ ബി നിങ്ങൾ MA പഠിച്ച കാലത്തെ ഇംഗ്ലീഷും ഇതൊന്നും ആയിരിക്കില്ല ഇപ്പോൾ. സോ ഡു വൺ തിങ്, നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾക്കൊന്ന് ബെറ്ററായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ IELTS കോച്ചിങ് ഒക്കെ ഇല്ലേ, കുറച്ച് പൈസ വേണം, അതിന് ഇത്തിരിയെങ്കിലും വേണം. കുറച്ച് പൈസ ഉള്ളവരോടാണ് കേട്ടോ ഞാൻ പറയണത്, ഒന്നുമില്ലാത്തവരടുത്ത് ഇപ്പോൾ പറയാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യുമെന്നേ ഞാൻ പറയുള്ളൂ. റിസപ്ഷനിസ്റ്റ് ആണെങ്കിലായിട്ട് വല്ലതും പോയാലും കുഴപ്പമില്ലാന്നേ ഞാൻ പറയുള്ളൂ. അതിലെന്താ കുഴപ്പം? പണമല്ലേ നമുക്ക് മുഖ്യമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യം അല്ലേ? സോ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ IELTS കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഇല്ലേ, അവിടെ പോയി എൻറോൾ ചെയ്യൂ. അപ്പോൾ 50 വയസ്സായ എനിക്ക് എന്തിനാ ചേച്ചി അത്, അങ്ങനെ ആയിരിക്കരുത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ആളുകളെ കാണും, നിങ്ങൾ ആ കോച്ചിങ്ങിന് പോകും, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. MA ഒക്കെ പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്രയോ നേഴ്സസൊക്കെ ഇത് പഠിച്ചിട്ടല്ലേ പോകുന്നത്, അവർ BSc നഴ്സിംഗ് കഴിഞ്ഞ് കുറേ നാളുകൾ ഇംഗ്ലീഷുമായിട്ട് ടച്ചില്ലാതിരിക്കും, പക്ഷെ അവർ ആ കോച്ചിങ് എടുത്ത് അവർ പോകുന്നില്ലേ പല രാജ്യത്തേക്കൊക്കെ. നിങ്ങൾ അങ്ങനെ ചെയ്യൂ. എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോട്ടലിലൊക്കെ റിസപ്ഷനിസ്റ്റോ കസ്റ്റമർ എക്സിക്യൂട്ടീവോ ഒക്കെ ആയിട്ട് അതിനൊന്നും പ്രായമൊന്നും നോക്കില്ല. നിങ്ങളുടെ ഹൗ യു ആർ പ്രസൻറ്റിങ് യുവർ സെൽഫ്, നിങ്ങൾ നല്ലപോലെ ഡ്രസ്സ് ചെയ്യുക, നല്ലപോലെ നല്ല സ്കിൽസ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുക. ആർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒരിടത്തും നിങ്ങൾ ആരും എന്താ പറയുക, എല്ലാവർക്കും ഒരു കഴിവുകളുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ എൻ്റെ മദറിൻലോയുടെ കാര്യം, അവർ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ് ലൈഫിൽ നിന്ന്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിയൊന്നും ഉണ്ടാവും, മഴയാണെങ്കിലും വെയിലാണെങ്കിലും. മഴയാണെങ്കിൽ അമ്മ എഴുന്നേറ്റുണ്ടാവും, അരവിന്ദിൻ്റെ അമ്മയെ രാവിലെ എണീറ്റിട്ട് കുളിക്കും. ആ 5 മണിക്ക് കുളിക്കും, ചൂടുവെള്ളം വെച്ച് കുളിക്കും. ചൂടുവെള്ളം ചിലപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയമാണെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യും. നേരം വെളുക്കുമ്പോഴേക്കും വീട്ടിൽ പൂജ റൂമിൻ്റെ അവിടെ വിളക്ക് കത്തിച്ച് ഇരുന്ന് ഭാഗവതമാണ് വായിക്കുന്നത്. ആ അമ്മയുടെ അടുത്തുനിന്നും പഠിക്കേണ്ട ഒരു ഡിസിപ്ലിനാണ് കേട്ടോ അത്. ദാറ്റ് ഈസ് നോട്ട് ഈസി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മക്കളും ഞങ്ങളൊക്കെ കാണുകയല്ലേ, മരുമക്കൾ. ഞാനൊക്കെ 5 മണിക്കൊന്നും എഴുന്നേറ്റ് കുളിക്കില്ല, പക്ഷേ ഐ ഡു ഹാവ് മൈ ഓൺ പാറ്റേൺസ് ഓഫ് ഡിസിപ്ലിൻ കേട്ടോ. അത് അധികവും ഞാൻ ഇവരെ കല്യാണം കഴിച്ച് ചെന്ന് 2 ദിവസം ആ സമയങ്ങളിൽ മുതൽ ഞാൻ നോട്ട് ചെയ്തതാണിത്. അപ്പം ഞാൻ ചോദിക്കും അരവിന്ദൻ്റെ അടുത്ത്, വേറെ പണ്ടേ ഇങ്ങനെയാണ് അത്രേ,
വളരെ വർഷങ്ങളായിട്ട് അവർ ചെയ്തു പോകുന്ന ഒരു പാറ്റേൺ ആണത്. ആ ഒരു വീട്ടിലിരിക്കുന്ന അമ്മയാണ് അവർ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ അവർക്ക് ഞാനിത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടെന്നൊരു ബോധം അവരുടെ ബോധമണ്ഡലത്തിൽ ഉണ്ടാവും അല്ലേ. അതുപോലെ നിങ്ങളും ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചെയ്യുക. അതായത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് എവിടെ നിന്നില്ലാത്തൊരു ധൈര്യം വരും. നമ്മളെ അങ്ങനെ ആർക്കും അങ്ങനെ എന്താ പറയുക എളുപ്പത്തിൽ അങ്ങനെ കൊച്ചാക്കാനോ തോൽപ്പിക്കാനോ അവരെ ആക്കുന്നുണ്ടാകും, പക്ഷെ നമ്മളാവില്ല. നമ്മൾ ബിക്കോസ് വി വിൽ തിങ്ക് ഞാൻ ഗ്രേറ്റ് ആണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. ഞാൻ ഇത്രയും പറയാൻ കാര്യം, ഞാൻ ഒരുപാട് പേർക്ക് DM-ൽ ഡയറക്റ്റ് മെസ്സേജസ് അയക്കാനായിട്ട് സൗകര്യം കൊടുക്കാറുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. ഞാൻ നോക്കുമ്പോൾ ആ കുട്ടികളൊക്കെ ഇല്ലേ 10 വർഷമൊക്കെ ആയി കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടാകാതിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയൊക്കെ പറയുമായിരുന്നു എന്നോട്. എല്ലാത്തിനും ഒരു ചത്തേ ചതഞ്ഞേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, സംസാരവും അങ്ങനെ, പിന്നെ ഹസ്ബൻഡ് എന്നെ നോക്കുന്നില്ല, അങ്ങനെയൊക്കെ. എന്തിനാണ് മറ്റൊരാൾ നമ്മളെ നോക്കാനിരിക്കുന്നത്? നമുക്ക് നമ്മളെ തന്നെ നോക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ടല്ലോ. എന്താണ് അവരെ ജീവിതം അങ്ങനെ ഒരു പാറ്റേണിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പാറ്റേണിലൂടെ പോവുള്ളൂ. നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്ത് തന്നാലാണ് ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ കരുതിയാലുണ്ടല്ലോ, പിന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഒന്ന് സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ സ്വന്തമായിട്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായിരിക്കും നമുക്ക് ജീവിതത്തിൽ നിരന്തരം ഹാപ്പിനെസ് തരുന്നത്. ചില സമയങ്ങളിൽ ചിലർ ഒറ്റപ്പെട്ടു പോയേക്കാം അല്ലേ. ജീവിച്ചല്ലേ പറ്റൂ. ഒറ്റപ്പെട്ടാലും ജീവിക്കേണ്ടി വരൂലേ. എന്താണ് നിങ്ങളെല്ലാവരും അങ്ങനെ ചിന്തിക്കാത്തത്? ചിലപ്പോൾ ഒറ്റപ്പെടും, ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാനുള്ള കരുത്ത് എങ്ങനെയാണ് കിട്ടുക? നമ്മളെ തന്നെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം അല്ലേ. ഈ ലോകത്ത് നമ്മളും ജീവിക്കാൻ പ്രാപ്തരാണ്, നമുക്കും അറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെ ആയിരിക്കണ്ടേ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്? എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ആ കുട്ടിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് കൂടെ ഉപകാരമാവണമല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങൾ. ചേച്ചി എന്താണ് പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. ഐ ആം ജസ്റ്റ് ട്രൈങ് ടു ബൂസ്റ്റ് അപ്പ്. നിങ്ങൾ ഓരോരുത്തരും 40കളിലുള്ളവരാണ് അധികം കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 30കളിലുള്ളവരും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്കൊരു ഡിസിപ്ലിനറി ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കൂ. ഡിസിപ്ലിൻഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കും. ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ അടി പണിഷ്മെൻ്റ് ആണ്. സോറി ഫോർ ദാറ്റ്. ഡിസിപ്ലിൻഡ് ആക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കൂ. സ്പിരിച്വൽ ആകുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് ഡിസിപ്ലിൻ ഉണ്ടാകാനായിട്ട് നല്ലത്. ഞാൻ ഒരു 20 വയസ്സ് ഒക്കെ ഉള്ള സമയം മുതൽ തിങ്കളാഴ്ച നോയമ്പ് എടുക്കുമായിരുന്നു. 20 അല്ല 18 വയസ്സിൽ. എൻ്റെ കേണൽ അമ്മാവൻ്റെ ഭാര്യയാണ് അതിന് കാരണക്കാരി കേട്ടോ. വലിയമ്മായി എന്നാണ് ഞങ്ങൾ വിളിക്കണേ. അപ്പോൾ വലിയമ്മായി എപ്പോഴും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വരുന്ന സമയത്തും വെറുതെ തക്കാളിയൊക്കെ കണ്ടിച്ചൊക്കെ കഴിക്കണ കാണാം. മൺഡേയ്സൊക്കെ ആണെങ്കിൽ ഇത്ര വലിയ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇല്ല ഇന്ന് ഞാനൊന്നും കഴിക്കില്ല. വലിയമായി തലശ്ശേരിക്കാരിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ കണ്ണൂർ ഭാഷയാണ്. വലിയമായിൽ നിന്നാണ് ഞാൻ അധികവും കേട്ടിരിക്കുന്നത്. ഞാനിന്ന് കഴിക്കില്ല, എനിക്ക് ഇന്ന് തിങ്കളാഴ്ച വ്രതമാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനന്ന് 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുകയാണ്. ഗീതവല്യമ്മയുടെ വീട്ടിൽ വെച്ചാണ് വലിയമായി അവിടെ വന്നിരുന്നു. ഗീതവല്യമ്മയുടെ ഹസ്ബൻഡ് മരിച്ചു പോയിരുന്നു. അപ്പോൾ അവിടെ 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു തിരുവോണത്തിൻ്റെ അന്നാട്ടോ മരിച്ചത്. ഇതാ മറ്റന്നാൾ വരുമ്പം ആ വലിയച്ഛൻ്റെ എത്രയോ 40 വർഷമൊക്കെ ആയിട്ടുണ്ട് മരിച്ചിട്ട് ആണ്ടാണ്. അപ്പം എന്താ ഞാൻ പറഞ്ഞ വലിയമായി അവിടെ വെച്ചിട്ട് ഞാനായിരിക്കും എപ്പോഴും കൂടെ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാമാഖ്യ ദേവിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പഴയ എപ്പിസോഡിൽ. വലിയമായി പറഞ്ഞെന്നാണ് ഞാൻ ഓരോന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അന്ന് അമ്മയൊന്നും ഇങ്ങനെ വ്രതമൊന്നും എടുക്കണ ആളല്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ അമ്മയുടെ അമ്മ വ്രതമൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ അമ്മയൊന്നും അങ്ങനെ എടുക്കാറില്ല. അധികം അമ്മയ്ക്കൊക്കെ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയായിരുന്നു പണ്ട്. ഇപ്പം അമ്മ കുറച്ച് മാറിയിട്ടുണ്ട്. അമ്മയുടെ രാഷ്ട്രീയമൊക്കെ മാറി തോന്നുന്നു. ഇപ്പം ഇല്ല. അന്നൊക്കെ അങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു എല്ലാവരും എന്ന് കേൾക്കുന്നുണ്ട്. മഹാരാജാസിലൊക്കെ പഠിക്കുന്നവരൊക്കെ അധികവും SFI ഒക്കെ ആയിരിക്കും. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ഇപ്പം മാറിയിട്ടുണ്ട്. സോ അമ്മയും മാറി എന്നാണ് ഞാൻ പറയുന്നത്. അമ്മയുടെ രാഷ്ട്രീയ ചിന്തകളൊക്കെ മാറി. അപ്പോൾ ഇങ്ങനെ വലിയമായി പറഞ്ഞു മോളെ ഇങ്ങനെ എടുക്കുന്ന. അപ്പോൾ അതെന്തിനാ വലിയമായി എന്ന് വെച്ചു, അത് ശിവനെ പ്രീതിപ്പെടുത്താനുള്ളതാ. നല്ല ഭർത്താവിനെ കിട്ടും. നമ്മളുടെ അന്നത്തെയൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ല ഭർത്താവിനെ കിട്ടുക. ഇത് തന്നെയായിരുന്നു. എനിക്ക് പറയാനൊരു നാണമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് LLBക്ക് പോകുമെന്നോ അന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങനെ ഒരു നോട്ടത്തിലൊന്നും അല്ല ഞാൻ നടന്നത്. പക്ഷേ എനിക്കൊരു ഗോൾ ഇതായിരുന്നു. ഐ ജസ്റ്റ് വോണ്ട് ടു ലിവ് ഔട്ട്സൈഡ് കേരള. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും അന്ന് അറിയാനും വയ്യ. ഇന്നും ഞാനത് ശരിയോ തെറ്റോ എന്നൊന്നും അവലോകനം ചെയ്യുന്നില്ല. എനിക്ക് എന്താണ് വേണ്ടത് അതാണ് ഞാൻ
എടുത്തത്. അപ്പോൾ ഞാനും എടുക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് 15 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പം നാണം എല്ലാവരോടും പറയാൻ, അയ്യോ മോശമല്ലേ അങ്ങനെ പറഞ്ഞാൽ, ഭർത്താവിനെ കിട്ടാമെന്നൊക്കെ പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ദേഷ്യമാണ് കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയും. എൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരുടെ കല്യാണത്തിനെ പറ്റി പോലും അച്ഛൻ ഡിസ്കസ് ചെയ്യുന്നത് അച്ഛന് ഇഷ്ടമല്ല. കുട്ടികളൊക്കെ ഇരിക്കണോ, പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ വെച്ചാണോ കല്യാണക്കാര്യം പറയണേന്നൊക്കെ ചോദിക്കും. അത് കാരണം വലിയമ്മച്ചിയും ശാന്താൻ്റിയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശാന്താൻ്റി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഇളയ പെങ്ങൾ കേട്ടോ. അപ്പോൾ ആരുടെയെങ്കിലും കല്യാണമായി, അയ്യോ അവർ പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ കുട്ടി എപ്പോഴേ കല്യാണമായി എന്നൊക്കെ എന്തോ ഒരെണ്ണം പറയുമ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞാൻ ഈ തിങ്കളാഴ്ച വ്രതത്തിൻ്റെ കാര്യം ആരോടും പറഞ്ഞില്ല കേട്ടോ. ഞാൻ എടുക്കാൻ തുടങ്ങി രഹസ്യമായിട്ട് തിങ്കളാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ കഴിക്കില്ല ഒന്നും. എനിക്ക് കഴിക്കാതെയൊക്കെ നടക്കാൻ പറ്റും കേട്ടോ. സ്കൂളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. പ്രീ ഡിഗ്രിക്ക് വെച്ചാൽ എടുക്കാൻ തുടങ്ങി, 16 വയസ്സ് തുടങ്ങിയപ്പോൾ അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ 18 വയസ്സായി കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഡിക്ലെയർ ചെയ്തു, അമ്മ ഞാൻ ഇനി മുതൽ തിങ്കളാഴ്ച വ്രതം എടുക്കും. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. വലിയമ്മായി പറഞ്ഞു തന്നതാന്ന് പറഞ്ഞു. അന്ന് മുതൽ വളരെ കൃത്യമായിട്ട് കരിക്കും വെള്ളം മാത്രം കുടിച്ച്, വൈകുന്നേരം മാത്രം ഭക്ഷണം കഴിച്ച്, അരിയാഹാരം കഴിച്ച്, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ തിങ്കളാഴ്ച വ്രതമൊക്കെ. അതൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് 50 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഞാൻ നിർത്തിയിട്ടോ. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡയബറ്റീസ് വന്നില്ലേ, ഓഫീസിലൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓഫീസ് വർക്കും എല്ലാമായിട്ട് എനിക്ക് എൻ്റെ ഹെഫസാഡ് ജീവിത സാഹചര്യങ്ങൾ വന്നപ്പോൾ എനിക്കിത് തലകറങ്ങാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ വ്രതം എന്നുള്ളത് നിർത്തിയിട്ട് ഒരു നേരമാക്കി അരി ഭക്ഷണം ഉച്ചയ്ക്ക് ഞാൻ കൊണ്ടുപോകും. പക്ഷേ വെജിറ്റേറിയൻ ഫുഡാണ്. അങ്ങനെ ആക്കി. പിന്നെ ഞാൻ ശരിക്കും എടുക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരാൻ തുടങ്ങിയല്ലോ. പീരിയഡ്സൊക്കെ മാസം ഫുള്ളും വരാൻ തുടങ്ങിയ അവസ്ഥയൊക്കെ വന്നില്ലേ, നിൽക്കാറൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ നിർത്തി. 50 ഇയേഴ്സ് ഓൺവേർഡ്സ് ഞാൻ എടുക്കാറില്ല. പക്ഷെ ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്രതം എടുക്കൂ. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതല്ല, ഹസ്ബൻഡിന് നല്ലത് വരാനും നന്നായിട്ട് ജീവിക്കാനും എല്ലാം തോന്നണം. എൻ്റെ ഒരു കസിൻ്റെ ഭാര്യ ഞാൻ ഈ തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച വ്രതവും എല്ലാ ദിവസവും വ്രതം എടുത്താലായിരിക്കാം എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ ഈ മാരേജിലേക്ക് കുടുക്കിയിടാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണെന്ന് പറഞ്ഞു. അയ്യോ അത് അറം പറ്റിപ്പോയി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വേറെ സ്ത്രീകളെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ വ്രതമുണ്ട് അതൊക്കെ എടുക്കേണ്ടി വരുന്നു അവർ കളിയാക്കി പറഞ്ഞു ആ സമയത്ത്. അതവർക്ക് അവരുടെ കല്യാണം ആ ഒരു കാരണം കൊണ്ട് ഡിവോഴ്സായി പോയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ നേഴ്സിൻ്റെ പുറകെ പോകുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയൊക്കെ ചില അവസ്ഥകളൊക്കെ വന്ന കുടുംബങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംസാരങ്ങളും അവർ സംസാരിക്കും. ഇങ്ങനെയൊന്നും നമ്മുടെ ഭർത്താവിനെ ഇങ്ങനെ പറയാനും പാടില്ല കേട്ടോ. ഒരുപാട് സംശയമുള്ളവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മളങ്ങനെ എപ്പോഴും എല്ലാത്തിനും സംശയം കണ്ട് അത് ചിലപ്പോൾ അത് അങ്ങനെ സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഈ പുരുഷന്മാർക്കുള്ള ഒരു വായ്നോട്ടം അതൊക്കെ നമ്മൾ കൂടുതൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയൊന്നും ചെയ്യാതെ അത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെന്നുള്ളത് അവരെ അറിയിക്കുകയും വേണം. എന്നാൽ അവർ എല്ലാവരോടും പോയി മിണ്ടുന്നതിന് പോയിട്ട് നമ്മൾ എപ്പോഴും എന്താ പറയുക, ഇയാൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്നുള്ളത് നമ്മളങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഒരു പാറ്റേൺ ആയിട്ട് മാറും കേട്ടോ. സോ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. ചെറിയ പെൺകുട്ടികൾ, അതായത് ഇപ്പോൾ കല്യാണം കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആണെങ്കിൽ എല്ലാം ഇൻസ്റ്റഗ്രാം വഴിയും ബന്ധങ്ങളും അതും ഇതുമൊക്കെ കാഷ്വൽ റിലേഷൻഷിപ്പ്, ഹുക്കപ്സ് എന്തൊക്കെയാണ് നടക്കുന്നത്. ഇതൊക്കെ നമുക്ക് എൻ്റെ പ്രായമുള്ള ആളുകൾക്ക് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ നടക്കുന്നത്. സോ എൻ്റെ ജനറേഷനിലുള്ളവർ, ഐ മീൻ 70s ജനിച്ചവർ, അവർക്കൊക്കെ വേറെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകാം അല്ലേ. ഇപ്പോൾ എൻ്റെ മകളുടെ കാഴ്ചപ്പാടായിരിക്കില്ലല്ലോ എനിക്ക്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ എപ്പോൾ നോക്കിയാലും നമ്മളുടെ ആ ഒരു പാറ്റേൺ സെറ്റിംഗ് ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാറ്റേൺ സെറ്റിംഗ് എനിക്ക് സാധിക്കും. എനിക്ക് നന്നായി ജീവിക്കാൻ സാധിക്കും. ഞാൻ നല്ലതേ ചെയ്യൂ, നല്ലതേ പറയൂ, മറ്റുള്ളവരുടെ തിന്മകൾ ഞാൻ കാണില്ല എന്ന് നമ്മളൊരു വോവ് എടുക്കണം. VOW അല്ല, കേട്ടിട്ടില്ലേ? VOW എന്ന് പറയുന്ന പ്രതിജ്ഞ എടുക്കണം. അത് എത്ര സാധാരണ കുടുംബമാണെങ്കിലും, എത്ര വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും, ജോലിക്ക് പോകാത്തവരാണെങ്കിലും, ഒരു കുടുംബത്തിൻ്റെ ഭദ്രത കയ്യിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചിന്തകൾ, നമ്മുടെ പാറ്റേൺസ്, നമ്മളുടെ തോട്ട്
പ്രോസസ്സ് അത് റിഫൈൻഡ് ആയിരിക്കണം കേട്ടോ. അടുത്ത വീട്ടിലെ ഒരു ചേട്ടൻ അവിടുത്തെ എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ പെട്ടു എന്നറിയുകയാണെങ്കിൽ, അവരുടെ ഓഫീസ് കൊലീഗുമായിട്ട് ചാറ്റിങ്ങും പിടിക്കുകയൊക്കെ ചെയ്യുകയാണെന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ, നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് മറ്റുള്ളവരോട് പറയരുത്. ഇന്ന ആളുണ്ടല്ലോ, നീ അറിഞ്ഞോ? ഡോണ്ട് ഡു ദാറ്റ്. ഏത് വഴിക്ക് എവിടെ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വന്ന് ഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, ഒരു തുളസി പറിച്ചത് കൊണ്ട് ഉണ്ടായ ദോഷമാണോ ഇല്ലയോ എന്നുള്ളതല്ല, അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അതൊരു തിന്മയാണെന്ന് നമുക്കറിയാലോ അല്ലേ. നമ്മൾ ഈ തരത്തിൽ പരിപാലിച്ച് വരുന്ന ഇങ്ങനെയുള്ളൊരു പുണ്യ പ്ലാന്റ് എന്ന് നമ്മൾ കരുതപ്പെടുന്നതൊക്കെ നമ്മൾ എന്തിനാണ് അതിനൊക്കെ പോകുന്നത്? അതേപോലെ ഖുറാൻ, ബൈബിൾ, ഭഗവത്ഗീത ഇതൊക്കെ നമ്മൾ ഒരു പുണ്യ ഗ്രന്ഥങ്ങളായിട്ട് കാണുന്നവരാണെങ്കിൽ ഏത് മതസ്ഥരാണെങ്കിലും അതിനെ നിന്ദിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഉറപ്പായിട്ടും സ്ത്രീകൾ തന്നെയാണ് കേട്ടോ മുൻകൈ എടുക്കേണ്ടത്. കാരണം ഒരു വീട്ടിലെ ഒരു സ്ത്രീ നന്നായാൽ മതിയല്ലോ ഒരു കുടുംബവും ഒരു വില്ലേജ് മുഴുവനും നന്നാവാനായിട്ടല്ലേ. സോ ലെറ്റ് മീ ടെൽ യു, ഇപ്പോൾ എന്നോട് പരാതി പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയോടും കൂടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിത ശൈലി മാറ്റൂ, പാറ്റേൺ മാറ്റൂ. എന്നിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കൂ ഞാൻ എത്രത്തോളം ഈ വീടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിന് വേണ്ടിയിട്ട് ഞാൻ അലൈൻഡ് ആയിട്ടുണ്ടെന്ന് നമ്മുടെ പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുത്തു നോക്കൂ. യുവർ ഹസ്ബൻഡ് വിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ലവിങ് യു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത്രയും നന്മയില്ലാത്ത മനുഷ്യരൊന്നും അല്ല ആണുങ്ങളും. അവരുടെയും സാഹചര്യങ്ങൾ കൊണ്ടും അങ്ങനെ ഒരു പരുഷമായിട്ടുള്ള സാഹചര്യം കണ്ടു വളർന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ ആ സാഹചര്യത്തിൽ നന്മയായിരിക്കും കണ്ടുപിടിക്കുന്നത്. ദൈവം നമ്മളിങ്ങനെ ആകാൻ പാടില്ല, ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നായിരിക്കും കാണുന്നത്. അത് കാണണമെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടും കുറച്ച് ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു, നിങ്ങളിതൊരു പ്രീച്ചിങ് ആയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. അത് കേട്ടതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നി ഇന്ന് ഒരു വീഡിയോ ചെയ്തേക്കാം. കാരണം ഈ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു ഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ ഞാൻ അന്നും പറഞ്ഞു എനിക്ക് ചെന്നൈ, ബാംഗ്ലൂരിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കണം എൻ്റെ വീടെന്ന് പറഞ്ഞു. ഞാൻ 2 സ്ഥലത്തും ജീവിച്ചു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളുടെ തോട്ട് പ്രോസസ്സാണ് നമുക്ക് വന്ന് ഭവിക്കുന്നത്. സോ നമ്മൾ നന്നായിട്ട് ചിന്തിച്ചാൽ എന്താ, നമ്മളെന്തിനാ നമ്മളെപ്പറ്റി തന്നെ മോശമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്? അയാൾ ഇങ്ങനത്തെയാണ്, എന്തിന് പറയണം നമ്മളുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ട്? ഡോണ്ട് ഡു ദാറ്റ്. നമുക്കൊന്ന് റിഫൈൻഡ് ആയിട്ട് ചിന്തിക്കാം. അങ്ങനെ നമ്മൾ തുറന്ന് എപ്പോഴും നമ്മുടെ തോട്ട് പ്രോസസ്സിനെ റിഫൈൻഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കും വന്ന് ഭവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ചെയ്തോളൂ, നിങ്ങൾ അധികം സംസാരിക്കേണ്ട ആരോടും, അല്ലെങ്കിൽ അധികം കൂടുതൽ ഇൻറ്ററാക്ഷൻസിന് പോകണ്ട. നിങ്ങൾക്ക് അങ്ങനെ കൂട്ടുകാർ വരുമ്പോൾ നിങ്ങൾക്കത് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങളുടേതായ ഒരു ലോകത്ത് നിങ്ങൾ ഒരു സ്പിരിച്വാലിറ്റിയും ഒരു ഡിസിപ്ലിനും ഒക്കെ കൊണ്ടുവന്ന് നോക്കിയേ. യു വിൽ റോക്ക്. ഏത് പ്രായമുള്ളവരാണെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ചെയ്തു നോക്കൂ. ഓക്കെ, എനിക്ക് ഇത്രയും പറയണം തോന്നി, അതുകൊണ്ടാണ്. സോ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നാളെ മുതൽ. ഓക്കെ ദെൻ, ബൈ.